ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പൈദൽ ചൽത്താ ഹുവ ആദ്മി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റികളും അതിന്റെ ഉത്തരങ്ങളും മലയാളമർത്ഥം സഹിതം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കവിതയ്ക്ക് ആധാർ പർ ലിഖി. കവിതയെ അടിസ്ഥാനമാക്കി എഴുതുക. ആക്ടിവിറ്റി 1. पैदल चलता हुआ आदमी कौन कौन हो सकता है? കാൽനടയായി നടക്കുന്ന മനുഷ്യൻ ആരെല്ലാമാകാം? ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് 3 എണ്ണമാണ്. അവ കർഷകരും കെട്ടിടം പണിയുന്നവരും വൃത്തിയാക്കുന്നവരുമാണ്. അതായത് അനാജ് पैदा करने वाला, മകാൻ बनाने वाला, സഫായി करने वाला. കൂടാതെ തന്നെ ധാരാളം ആളുകളുണ്ടാകും. ഉദാഹരണം: വീട്ടുജോലിക്കാർ, ചെറുകിട കച്ചവടക്കാർ, ചുമട്ടുതൊഴിലാളികൾ, തൊഴിലില്ലാത്തവർ, വിദ്യാർത്ഥികൾ. അതായത് ഘരേലു കാംഗാർ, ഛോട്ടെ വ്യാപാരി, കൂലി, പല്ലേദാർ, बेरोजगार, विद्यार्थी. एक्टिविटी 2. സമാന ആശയ വാലി പംക്തിയാൻ ചുൻകർ ലിഖേं. സമാന അർത്ഥമുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് തന്ന വരികളോട് യോജിച്ച വരികൾ പാഠഭാഗത്തിൽ നിന്നും എടുത്തെഴുതുക. 1. സചേത് ആംജൻ में समाज को बदलने की शक्ति है. ബോധമുള്ള സാധാരണക്കാർക്ക് സമൂഹത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. സമാനമായ വരി: വഹ് ജിസ് ദിൻ ഹോഷ് में आ जाएगा उनके साम्राज्य ढह जाएंगे. അവന് ബോധം വരുന്ന ദിവസം അവന്റെ സാമ്രാജ്യം തകരും. 2. कार में बैठने वाले पैदल चलने वालों को ऐसे देखते हैं कि वे इस समाज के सदस्य नहीं हैं. കാറുകളിലിരിക്കുന്ന ആളുകൾ കാൽനടയാത്രക്കാരെ നോക്കുന്നത് അവരീ സമൂഹത്തിലെ അംഗങ്ങളല്ല എന്നു മട്ടിലാണ്. സമാനമായ വരി: ജैसे वो किसी दूसरी दुनिया से आया हुआ आदमी हो. അയാൾ മറ്റേതോ ലോകത്തിൽ നിന്നുള്ളൊരു മനുഷ്യനെ പോലെ. 3. धनी लोग नहीं सोचते कि उनके चेहरों की शोभा मजदूरों के परिश्रम की देन है. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ മുഖത്തിന്റെ ഭംഗി തൊഴിലാളികളുടെ കഠിനാധ്വാനം മൂലമാണെന്ന് കരുതുന്നില്ല. സമാനമായ വരി: वे नहीं जानते कि उसके दम पर उनके चेहरे पर रौनक है. അവൻ കാരണമാണ് അവരുടെ മുഖം തിളങ്ങുന്നതെന്ന് അവർക്കറിയില്ല. ആക്ടിവിറ്റി 3. കവിത की कौन सी पंक्ति आपको अच्छी लगी, क्यों? കവിതയിലെ ഏത് വരിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ഉത്തർ: मुझे सबसे अच्छी पंक्ति लगी, वो जिस दिन होश में आ जाएगा उनके साम्राज्य ढह जाएंगे. उत्तर: मुझे सबसे अच्छी पंक्ति लगी, वो जिस दिन होश में आ जाएगा उनके साम्राज्य ढह जाएंगे. क्यों? ये पंक्ति आम आदमी की छिपी हुई शक्ति और एकता के महत्व को दर्शाती है. ये एक तरह की चेतावनी है कि यदि समाज का आधार मेहनतकश वर्ग अपनी शक्ति को पहचान ले तो कोई भी सत्ता या धनवान वर्ग उसे दबा नहीं सकता. ये सामाजिक न्याय की भावना को जगाती है. കാരന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയെയും ഐക്യത്തിന്റെ പ്രാധാന്യത്തെയും എടുത്തുകാണിക്കുന്നു. സമൂഹത്തിന്റെ അടിത്തറ, അതായത് തൊഴിലാളി വർഗം, അതിന്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ഒരു ശക്തിക്കോ സമ്പന്നവർഗത്തിനോ അതിനെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. एक्टिविटी 4. चर्चा करें. 1. समाज में व्यक्ति का मूल्य कौन निर्धारित होना चाहिए? 1. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ മൂല്യം ആരാണ് നിർണ്ണയിക്കേണ്ടത്?
ഈ വിഷയം ചർച്ച ചെയ്യുക. उत्तर। समाज में व्यक्ति का मूल्य उसके धन या पद से नहीं, बल्कि उसकी योगदान, उसके श्रम, उसकी नैतिकता और उसके मानवीय गुणों से निर्धारित होना चाहिए। ये कविता स्पष्ट करती है कि समाज को चलाने वाले मेहनतकश आम आदमी को उसका सही मूल्य और सम्मान मिलना चाहिए। एक व्यक्ति का मूल्य इस बात पर निर्भर करना चाहिए कि वो समाज को बेहतर बनाने के लिए क्या करता है, जैसे कि अनाज उगाना, मकान बनाना या अन्य आवश्यक सेवाएं देना, न कि इस बात पर कि उसके पास कितनी कारें हैं या वो कितनी ऊंची इमारत में रहता है। സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ മൂല്യം അയാളുടെ സമ്പത്തുകൊണ്ടോ പദവി കൊണ്ടോ അല്ല, മറിച്ച് അയാളുടെ സംഭാവനകൾ, അധ്വാനം, ധാർമ്മികത, മാനുഷിക ഗുണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. സമൂഹത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്ന സാധാരണക്കാരനായ കഠിനാധ്വാനിക്ക് ശരിയായ മൂല്യവും ആദരവും ലഭിക്കണമെന്ന് ഈ കവിത വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയുടെ മൂല്യം അയാളുടെ കൈവശമുള്ള കാറുകളുടെ എണ്ണമോ താമസിക്കുന്ന ഉയർന്ന കെട്ടിടമോ അല്ല, മറിച്ച് സമൂഹത്തെ മെച്ചപ്പെടുത്താൻ അയാൾ എന്ത് ചെയ്യുന്നു, ഉദാഹരണത്തിന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, വീടുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ മറ്റ് അവശ്യ സേവനങ്ങൾ നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കണം. 2. कविता में सामाजिक असमानता के प्रति कवि ने कौन सा विचार प्रकट किया है? സാമൂഹിക അസമത്വത്തെക്കുറിച്ച് കവി കവിതയിൽ എന്താശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യുക. उत्तर। कविता में कवि ने सामाजिक असमानता के प्रति गहरा विरोध और आक्रोश प्रकट किया है। कवि का विचार है कि धनवान वर्ग घमंडी और अज्ञानी है। अमीर लोग उन श्रमिकों को तुच्छ समझते हैं जिनकी मेहनत पर उनकी समृद्धि टिकी हुई है। श्रम की उपेक्षा अन्याय है। यह न्यायपूर्ण है कि जो लोग समाज की बुनियादी ज़रूरतें जैसे रोटी, कपड़ा, मकान पूरी करते हैं, वे स्वयं उपेक्षित और निरीह जीवन जीते हैं। जागरूकता ही क्रांति है। कवि यह विचार देता है कि यह सामाजिक असमानता केवल तभी समाप्त होगी जब मेहनत कश आदमी अपनी शक्ति और महत्व को पहचान लेगा। कवि का मानना है कि उनकी जागरूकता ही अमीर वर्ग के साम्राज्यों को गिराने की ताकत रखती है। കവിതയിൽ കവി സാമൂഹിക അസമത്വത്തോടുള്ള ആഴത്തിലുള്ള പ്രതിഷേധവും രോഷവും പ്രകടിപ്പിക്കുന്നു. കവിയുടെ കാഴ്ചപ്പാടുകൾ താഴെ പറയുന്നവയാണ്. ധനികവർഗം അഹങ്കാരികളും അജ്ഞരുമാണ്. തങ്ങളുടെ സമ്പത്ത് നിലനിർത്തുന്ന തൊഴിലാളികളെ ധനികർ നിസ്സാരമായി കാണുന്നു. അധ്വാനത്തോടുള്ള അവഗണന അനീതിയാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം നിറവേറ്റുന്നവർ അവഗണിക്കപ്പെടുകയും ദുർബലമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നത് അനീതിയാണ്. ബോധവൽക്കരണം ഒരു വിപ്ലവമാണ്. കവിയുടെ അഭിപ്രായത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ തങ്ങളുടെ ശക്തിയും പ്രാധാന്യവും തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ സാമൂഹിക അസമത്വം അവസാനിക്കൂ. അവരുടെ അവബോധത്തിന് ധനികവർഗത്തിന്റെ സാമ്രാജ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്ന് കവി വിശ്വസിക്കുന്നു. एक्टिविटी 5। लेख लिखें। विषय समाज के निर्माण में आम जन की भूमिका। ഒരു ഉപന്യാസം എഴുതുക. വിഷയം സമൂഹ നിർമ്മാണത്തിൽ സാധാരണക്കാരന്റെ പങ്ക്. समाज के निर्माण में आम जन की भूमिका। समाज एक ऐसा ताना बाना है जो हर व्यक्ति के योगदान से बुना जाता है। ये सिर्फ सरकारों, बड़े बड़े नेताओं या शक्तिशाली संस्थाओं से नहीं बनता, बल्कि इसमें आम लोगों की छोटी छोटी भूमिकाएं भी अहम होती हैं। असल में समाज का असली चेहरा उसके आम नागरिकों से ही बनता है। दैनिक जीवन के छोटे छोटे योगदान। समाज के निर्माण में हमारी भूमिका किसी बड़े आंदोलन या क्रांति तक सीमित नहीं है। ये हमारे दैनिक जीवन के व्यवहार में झलकती है। जब हम अपने पड़ोसियों के साथ सम्मान से पेश आते हैं, किसी ज़रूरतमंद की मदद करते हैं या सार्वजनिक स्थानों को साफ रखते हैं, तो हम एक बेहतर समाज की नींव रख रहे होते हैं। एक व्यक्ति की ईमानदारी, करुणा और जिम्मेदारी की भावना ही सामूहिक रूप से समाज को मजबूत बनाती है। സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ സാധാരണക്കാരുടെ പങ്ക്. ഓരോ വ്യക്തിയുടെയും സംഭാവനകളാൽ നെയ്തെടുക്കുന്ന ഒരു ഘടനയാണ് സമൂഹം. ഇത് സർക്കാരുകളോ വലിയ നേതാക്കളോ ശക്തമായ സ്ഥാപനങ്ങളോ മാത്രം നിർമ്മിക്കുന്ന ഒന്നല്ല, മറിച്ച് സാധാരണക്കാരായ ആളുകളുടെ ചെറിയ സംഭാവനകൾക്കും ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം അതിലെ സാധാരണ പൗരന്മാരിലൂടെയാണ് രൂപപ്പെടുന്നത്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ സംഭാവനകൾ. ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ പങ്ക് വലിയ പ്രക്ഷോഭങ്ങളിലോ വിപ്ലവങ്ങളിലോ മാത്രം ഒതുങ്ങുന്നില്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റങ്ങളിൽ പ്രതിഫലിക്കുന്നു. നമ്മൾ അയൽക്കാരോട് ബഹുമാനത്തോടെ പെരുമാറുമ്പോഴും, ആവശ്യമുള്ളവരെ സഹായിക്കുമ്പോഴും, പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുമ്പോഴും,
നമ്മൾ ഒരു മികച്ച സമൂഹത്തിന് അടിത്തറ പാകുകയാണ്. ഒരു വ്യക്തിയുടെ സത്യസന്ധത, ദയ, ഉത്തരവാദിത്തബോധം എന്നിവയാണ് കൂട്ടായി ഒരു സമൂഹത്തെ ശക്തമാക്കുന്നത്. सक्रिय भागीदारी और जिम्मेदारी। समाज को बेहतर बनाने के लिए ये ज़रूरी है कि हम सिर्फ मूक दर्शक न बने, अपनी जिम्मेदारियों को समझें और उन्हें निभाएं। ये मतदान करने से लेकर स्थानीय मुद्दों पर अपनी राय रखने तक हर जगह लागू होता है। जब नागरिक अपने अधिकारों के प्रति जागरूक होते हैं और कर्तव्यों का पालन करते हैं, तो वे एक जवाबदेह और पारदर्शी व्यवस्था बनाने में मदद करते हैं। स्कूल, कॉलेज और सार्वजनिक स्थानों पर अनुशासन बनाए रखना भी इसी सक्रिय भागीदारी का हिस्सा है। शिक्षा और जागरूकता का प्रसार। एक शिक्षित समाज ही प्रगति कर सकता है। जब एक आम व्यक्ति शिक्षा का महत्व समझता है और अपने बच्चों को शिक्षित करता है, तो वो न केवल अपने परिवार का भविष्य सुधारता है, बल्कि पूरे समाज को आगे बढ़ाता है। शिक्षा लोगों को जागरूक बनाती है, उन्हें सही गलत का फर्क सिखाती है और सामाजिक कुरीतियों को दूर करने में मदद करती है। സജീവമായ പങ്കാളിത്തവും ഉത്തരവാദിത്തവും. സമൂഹത്തെ മികച്ചതാക്കാൻ നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാകാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും അവ നിറവേറ്റുകയും വേണം. വോട്ട് ചെയ്യുക മുതൽ പ്രാദേശിക വിഷയങ്ങളിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നതുവരെ ഇത് ബാധകമാണ്. പൗരന്മാർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും കടമകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും സുതാര്യവുമായൊരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും അച്ചടക്കം പാലിക്കുന്നതും ഈ സജീവമായ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസത്തിന്റെയും അവബോധത്തിന്റെയും പ്രചാരം. വിദ്യാസമ്പന്നമായൊരു സമൂഹത്തിനു മാത്രമേ പുരോഗതി നേടാൻ കഴിയൂ. ഒരു സാധാരണ വ്യക്തി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് തന്റെ കുടുംബത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സമൂഹത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്നു. വിദ്യാഭ്യാസം ആളുകളെ ബോധവാന്മാരാക്കുകയും ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിപ്പിക്കുകയും സാമൂഹികമായ അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. आर्थिक योगदान। हर व्यक्ति जो काम करता है और टैक्स देता है, वो देश की अर्थव्यवस्था में योगदान देता है। छोटे व्यापारी, किसान, मजदूर और नौकरीपेशा लोग ये सब मिलकर एक मजबूत आर्थिक ढांचा बनाते हैं। जब लोग अपनी आजीविका ईमानदारी से कमाते हैं और जिम्मेदार नागरिक की तरह टैक्स भरते हैं, तो सरकार को विकास कार्यों के लिए धन मिलता है। निष्कर्ष के तौर पर समाज का निर्माण कोई एक तरफा प्रक्रिया नहीं है। ये हर आम नागरिक की सक्रिय भागीदारी, जिम्मेदारी और छोटे छोटे योगदान से ही संभव है। हम में से हर एक व्यक्ति समाज का एक महत्वपूर्ण हिस्सा है और हमारा हर कार्य, चाहे वो कितना भी छोटा क्यों ना हो, समाज के भविष्य को आकार देता है। इसलिए आइए हम सब मिलकर एक ऐसे समाज का निर्माण करें जो समावेशी, मजबूत और प्रगतिशील हो। സാമ്പത്തിക സംഭാവനകൾ. ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും നികുതി അടച്ച് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. ചെറുകിട വ്യാപാരികളും കർഷകരും തൊഴിലാളികളും ശമ്പളക്കാരുമെല്ലാം ഒരുമിച്ച് ഒരു ശക്തമായ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുന്നു. ആളുകൾ സത്യസന്ധമായി ഉപജീവനം നേടുകയും ഉത്തരവാദിത്തബോധമുള്ള പൗരന്മാരെ പോലെ നികുതി അടയ്ക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾക്കായി പണം ലഭിക്കുന്നു. ഉപസംഹാരം. സമൂഹത്തിന്റെ നിർമ്മാണം ഒരു ഏകപക്ഷീയമായ പ്രക്രിയയല്ല. ഓരോ സാധാരണ പൗരന്റെയും സജീവമായ പങ്കാളിത്തം, ഉത്തരവാദിത്തം, ചെറിയ സംഭാവനകൾ എന്നിവയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും എത്ര ചെറുതാണെങ്കിൽ പോലും സമൂഹത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. അതിനാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ശക്തവും പുരോഗമനപരവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.